ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു ഈവനിങ് വ്ളോഗാണ്, ഒരു വെറൈറ്റി വ്ളോഗാണ്. വെറൈറ്റി വ്ളോഗ് നല്ലൊരു വെറൈറ്റി ഇൻട്രോ ആണ്. വേറെ ഒന്നുമല്ല, ഞാനിപ്പോൾ കിച്ചണിലാണ് നിൽക്കുന്നത്. സാധാരണ കിച്ചണിലല്ലല്ലോ വരുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് കിച്ചണിൽ പരിപാടി എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഈവനിങ് ആയിട്ട്, അതായത് ഈവനിങ് ആണല്ലോ, എന്തെങ്കിലും ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു ഉണ്ടാക്കി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ പാസ്ത തന്നെ ഉണ്ടാക്കാമെന്ന്. നേരത്തെ മേടിച്ച പാസ്ത ഇവിടെ ഉണ്ടായിരുന്നു, മക്രോണി പാസ്തയാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റൊക്കെ ഞാൻ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചു. എങ്കിലും എനിക്ക് വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടുള്ളൂ. അല്ലാതെ എനിക്കെല്ലാം കൂടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇമ്മുറും കൂടെ ഉള്ളത് കാരണം. അപ്പോൾ അവൻ ഉറങ്ങുന്ന ഗ്യാപ്പിൽ ഞാൻ അതൊക്കെ ഇൻഗ്രീഡിയൻസൊക്കെ ആദ്യമേ പ്രിപ്പയർ ആക്കി വെച്ചിരുന്നു. അപ്പോൾ ഇതിനാവശ്യമായിട്ട് വേണ്ടത് കുറച്ച് ഉള്ളി നിങ്ങൾ ചെറുതായിട്ട് അരിയണം. പിന്നെ മഷ്റൂം ആവശ്യമാണ്. ഇതൊരു മഷ്റൂം ചിക്കൻ പാസ്തയാണ്, അതുകൊണ്ട് തന്നെ ചിക്കനും ആവശ്യമുണ്ട്. പിന്നെ കുറച്ച് നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ കുറച്ചൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളിയില്ലേ, അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കണം. പിന്നെ നമുക്ക് ബട്ടർ വേണം. ഞാൻ എടുത്തേക്കുന്ന സോൾട്ടഡ് ബട്ടറാണ്. അതുപോലെ തന്നെ ഒരു ചെറിയ സൈസ് മാഗി ക്യൂബും പിന്നെ നമുക്ക് ചീസുമാണ് ആവശ്യം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. എല്ലാവരും നോട്ട് ചെയ്ത് ശ്രദ്ധിച്ച് വെക്കുക. അപ്പോൾ നിങ്ങൾ ഈ പാസ്ത മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. ഇത് ഞാൻ ഓൾറെഡി യൂട്യൂബിലൊക്കെ കണ്ട റെസിപ്പി തന്നെ, അത് ഞാൻ എൻ്റേതായ രീതിയിൽ ചെയ്യുന്നതേ ഉള്ളൂ, ചെറിയൊരു മാറ്റങ്ങളൊക്കെ വരുത്തി. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു ചട്ടി എടുത്ത് അതിലോട്ട് ഒലിവ് ഓയിലും ബട്ടറും കൂടെ ഒഴിച്ചു രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കണം. ഇനി അതിലേക്ക് ഞാൻ ചിക്കൻ ഇടുകയാണ്. ചിക്കൻ ഇട്ടതിന് ശേഷം ഉപ്പും കുരുമുളകും ഇട്ട് നല്ല രീതിയിലൊന്ന് വെന്ത് വരണം. ഈ ചിക്കൻ വേവിച്ചെടുക്കണം കേട്ടോ, ഫ്രൈ ചെയ്യുന്ന പോലെ. നല്ല ഫ്രൈ ചെയ്ത് മുരിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്നൊരു 90% നമുക്കിത് കുക്കാക്കി എടുക്കാം. പിന്നെ പാസ്ത ഞാൻ ഓൾറെഡി അവിടെ വെച്ചിട്ടുണ്ട് വേവാൻ വേണ്ടിയിട്ട്. അപ്പം പാസ്ത വേവിക്കുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് ഉപ്പും ഒലിവ് ഓയിലും ഇടാം കേട്ടോ. അപ്പോൾ ഒലിവ് ഓയിൽ ഞാൻ ഇടാൻ മറന്നുപോയത് കാരണം ഒലിവ് ഓയിൽ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ആ ചിക്കനെ ഞാൻ എടുത്ത് വേറൊരു പ്ലേറ്റിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇനി ചട്ടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ചെറുതായിട്ടൊന്ന് മൂട്ടി പിടിച്ചിട്ടുണ്ട്. ഈ ചട്ടിയാണെങ്കിൽ കട്ടി കുറവാണ് ഗൈസ്. അപ്പോൾ എന്തുണ്ടാക്കിയാലും ഇങ്ങനെ മൂട്ടി പിടിക്കും. നമ്മൾ ചുമ്മാ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. അപ്പോൾ എനിക്ക് നല്ല മടിയാണ്, അതുകൊണ്ട് ഞാനിങ്ങനെ ഇളക്കിയൊന്നും കൊടുത്തില്ല. അതാണ് മൂട്ടി പിടിച്ച് നിങ്ങൾ കാര്യമാക്കണ്ട. അപ്പോൾ ഗൈസ്, ആ ചിക്കനൊക്കെ എടുത്തതിന് ശേഷം ബാക്കി അതിൽ ഓയിൽ വന്നിട്ടുണ്ടല്ലോ, ഒലിവ് ഓയിലും ബട്ടറുമാണല്ലോ ഒഴിച്ചത്. അപ്പോൾ അതിലേക്ക് ഞാൻ ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാളയും മഷ്റൂമും പിന്നെ വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് എനിക്ക് കുറച്ചും കൂടെ ബട്ടർ ആഡ് ചെയ്യണമെന്ന് തോന്നി, കാരണം ഞാൻ ബട്ടറും കൂടെ ഇട്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെ കുറച്ചും ഓയിലും ആ ഒരു ബട്ടർ മാത്രമേ ബാക്കി വന്നിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ബട്ടർ ആഡ് ചെയ്തത്. അപ്പോൾ ഈ ബട്ടറും കൂടെ ഇട്ട് നിങ്ങൾ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്ക് ആ ചിക്കൻ, അതിനുശേഷം നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന 90% കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് വശക്കിയെടുക്കുക, ഇളക്കിയെടുക്കുക. ഒന്ന് നല്ല രീതിയിൽ മഷ്റൂമൊക്കെ കുക്കാവട്ടെ. കുക്കായെന്നും പറഞ്ഞൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ അതിനുശേഷം കുറച്ച് ചില്ലിയില്ലേ, നമ്മുടെ ഈ വറ്റൽമുളക് പൊടിച്ചത്, ഇതിൻ്റെ പൊടിയാണ് ഇടേണ്ടത് കേട്ടോ. പൊടിച്ച് വെച്ചത് വേണം ഇടാൻ വേണ്ടിയിട്ട്. മുഴുവൻ വറ്റൽമുളകൊന്നും ഇട്ട് കളയരുത്. അപ്പോൾ ഈ ഒരു ചില്ലി പൗഡർ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പെപ്പർ പൗഡറില്ലേ, അതും കൂടെ ആഡ് ചെയ്യണം. പെപ്പറൊക്കെ ഇട്ടാലേ ആ ഒരു ഫ്ലേവർ വരത്തുള്ളൂ. കുറച്ചൊന്ന് സ്പൈസി ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചില്ലി ഫ്ലേക്സും പെപ്പറും ആഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സ്പൈസ് എങ്ങനെയാണോ അതിനനുസരിച്ചുള്ളത് മാത്രം ഇട്ടാൽ മതി കേട്ടോ. ഓവറായിട്ട് ഇടണമെന്നില്ല, നല്ല എരിയായിപ്പോൾ. അപ്പോൾ ഗൈസ്, അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പാസ്ത ഞാൻ അവിടെ ഓൾറെഡി ഊറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആ വെള്ളമില്ലേ, പാസ്തയുടെ ബാക്കി നമ്മൾ കുക്ക് ചെയ്തെടുത്ത ആ ഒരു വെള്ളവും കൂടി ഇതിൽ ഒഴിക്കണം. അത് ഒഴിച്ചതിന് ശേഷം ഇളക്കി കൊടുത്തിട്ട് പാലൊന്ന് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് പാല് മതിയാവും. പിന്നെ മാഗി ക്യൂബും കൂടെ ഇട്ട് നല്ല രീതിയിലൊന്ന് വശക്കിയെടുക്കുക. അപ്പോൾ കുറച്ചൊന്ന് തിക്കായി വരും. പിന്നെ എനിക്ക് തിക്നെസ് പോരാന്ന് തോന്നുന്നത് കാരണം ഞാൻ എപ്പോഴും കോൺഫ്ലോർ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ കോൺഫ്ലോർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, മൈദ ആയാലും കുഴപ്പമില്ല. നിങ്ങൾ ചെറിയൊരു വെള്ളത്തിൽ ഒരു കപ്പിലോ വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് കലക്കി വെച്ചതിന് ശേഷം ഒന്ന് കറക്കി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ പാസ്തയ്ക്ക് നല്ല തിക്നെസ് വരും. ഞാനിപ്പം കോൺഫ്ലോർ പൊടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് വെള്ളത്തിലിട്ട് ജസ്റ്റ് ഒന്ന് ലൂസാക്കി ഒന്ന് എടുത്തതിന് ശേഷം അതിലോട്ട് ഒഴിച്ചു കൊടുത്തതാണ്. അതിനുശേഷം നമ്മുടെ പാസ്ത, കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന പാസ്ത അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇത്രയേ ഉള്ളൂ, പരിപാടി സിമ്പിളാണ്. ഇത്രയേ ഉള്ളൂ. നല്ല ഇനിയൊരു സാധനം കൂടെ ഉണ്ട്, നമ്മുടെ ചീസാണ് മെയിൻ. ആ ഒരു ടേസ്റ്റ് നമുക്ക് തോന്നിപ്പിക്കുന്ന ചീസ് ഇടുമ്പോഴാണ് കേട്ടോ. പറയാതിരിക്കാൻ വയ്യ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ കഴിച്ചപ്പോൾ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല കുക്കായി വന്നിട്ടുണ്ട്. മഷ്റൂം ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും പാസ്ത ആണെങ്കിലും, അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്തു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട, കമൻറ്റ് ചെയ്യാനും മറക്കണ്ട, അതുപോലെ തന്നെ ഷെയർ ചെയ്തു. അപ്പോൾ ഞാനിനി സെർവ് ചെയ്ത് ഒരു ചെറിയൊരു പാത്രത്തിലോട്ട് പാസ്ത എടുത്തിട്ടുണ്ട്. പിന്നെ അത് ജസ്റ്റ് ഒന്ന് സ്പ്രിംഗ് അണിയൻ ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കി സ്പ്രിംഗ് അണിയൻ നമ്മൾ ചട്ടിയിലും കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ആദ്യം ഞാൻ തന്നെ കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. ഞാനുണ്ടാക്കിയത് ഞാൻ തന്നെ കഴിക്കണമല്ലോ. ഫസ്റ്റ് ഞാൻ കഴിച്ചിട്ടല്ലേ ബാക്കിയുള്ളവർക്ക് കൊടുക്കാവും, അങ്ങനെയൊന്നുമില്ല.
ഞാൻ കഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഗൈസ് ഇതിന് മുന്നേ ഞാൻ ഈ ഒരു മക്രോണി പാസ്ത ഉണ്ടാക്കി. പക്ഷെ അത് വേറൊരു റെസിപ്പി യൂട്യൂബിൽ കണ്ടിട്ടാണ് ഉണ്ടാക്കിയത്. എനിക്കത് അതത്ര ഇഷ്ടപ്പെട്ടില്ല, കുറച്ചൊന്ന് സ്പൈസി ആയിരുന്നു. പക്ഷേ ഇത് വന്നിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു ഞാൻ പറഞ്ഞില്ലേ റെസിപ്പി ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് എൻ്റേതായ രീതിയിൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ എല്ലാവർക്കും കൊടുത്തു, എല്ലാവരും കൊള്ളാമെന്നൊക്കെ പറഞ്ഞു. ചായ് 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 ചായ ചായ കാപ്പി കാപ്പി. കുടിക്കും. വരട്ടെ. അങ്ങനെ എമ്മുറുവിന് കപ്പപ്പഴമൊക്കെ സ്നാക്കായിട്ട് കൊടുത്തു. അവനൊരു കപ്പപ്പഴം ഈവനിങ് എപ്പോഴും ഒരു സ്നാക്ക് കൊടുക്കാറുണ്ട്, മിക്കപ്പോഴും പഴമാണ് കൊടുക്കുന്നത്. അപ്പം കപ്പപ്പഴമാണ് ഞാൻ ഇന്ന് കൊടുത്തത്. പിന്നെ അവൻ ഞാൻ ചേർന്ന് എടുത്തിട്ടില്ല. പിന്നെ അടുക്കളയിൽ പോയപ്പോൾ ഉമ്മ അവിടെ ചായ ഇടുന്നുണ്ടെന്ന് ചായയൊക്കെ മേടിച്ചോണ്ട് വന്നു. അവൻ ചേറിലിരിക്കുന്നത് കാരണം ഞാനത് സമാധാനത്തിലിരുന്ന് ചായ കുടിക്കുകയാണ്. അങ്ങനെ പാസ്ത കഴിച്ചു, വയറ് നിറഞ്ഞു. അടുത്ത് ചായയും കുടിച്ച് വയറ് നിറയ്ക്കണം. പിന്നെ ഇങ്ങനെ അടുത്ത് വാപ്പായും അതുപോലെ തന്നെ ഉമ്മായൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് എന്താ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ചായ കുടിച്ചത്. നല്ല ചൂടുണ്ടായിരുന്നു. ആവി പറക്കുന്നത് കണ്ടോ? ഈ ഗ്ലാസ് കൊള്ളാമല്ലേ, ഇത് നല്ല കളർ, ഒലീവ് കളർ. ഞാനിത് ഐക്കേന്ന് മേടിച്ചാണ്, ഇവിടുത്തെ ഐക്കേന്ന്. പിന്നെ ഇവിടെ ഇരുന്ന് ഉമ്മ നേരത്തെ കൊള്ളാമെന്നൊക്കെ പറഞ്ഞ് പാസ്ത. അപ്പോൾ അഭിപ്രായം ചോദിക്കുകയാണ്. എന്തോന്നും ഉമ്മ പറഞ്ഞ കേട്ടില്ല. ചിരിക്കല്ലേ, എന്തോന്ന് പറഞ്ഞല്ല. എന്തോ ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടാ. അങ്ങനെ ഉമ്മാരയിലെ അഭിപ്രായമൊക്കെ ചോദിച്ചു. ഉമ്മക്ക് വീഡിയോ എടുക്കുന്നത് കാരണം ഭയങ്കര നാണം. ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കണം കൊള്ളാമെന്ന് പറഞ്ഞത് ഒന്നുകൂടെ പറയാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര നാണമായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീഡിയോയിലെടുത്ത്. പിന്നെ എമ്മുറുണ്ട് ഇതാ പൂച്ചയ്ക്ക് കിടക്കാൻ വേണ്ടി ഒരു മാറ്റ് മേടിച്ചിട്ടുണ്ട്. ഇത് അൻസാർ ഗാലറിയിൽ പോയപ്പോൾ മേടിച്ചൊരു മാറ്റാണ്. ഇവനിങ്ങനെ പഞ്ഞിയുള്ള സാധനങ്ങളൊക്കെ കാണുമ്പോൾ അതിൽ വന്ന് തല വെച്ച് ഇങ്ങനെ കിടക്കാറൊക്കെ ഉണ്ട്. അത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഈ ഒരു മാറ്റ് ചെറുതായിട്ട് ഇവനിങ്ങനെ ഇവിടെ ഹോളിലിട്ട് കൊടുക്കാമല്ലോ കിടക്കാൻ. ഇവന് കുറച്ച് നേരം കളിക്കും, ഇതിൽ വന്ന് കിടക്കും കേട്ടോ. അങ്ങനെ ചെയ്യാറുണ്ട് കിടക്കാൻ വേണ്ടി. കുറച്ച് നേരമൊക്കെ കിടക്കും. പിന്നെ നമ്മളെടുത്ത് മുകളിൽ മാറ്റി വയ്ക്കും. ഇവന് വേണ്ടി മാത്രമുള്ള മാറ്റാണ്. ഇപ്പോൾ ആൾ നടക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. കുറച്ച് ദിവസമായി നടക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ചും കൂടെ നന്നായിട്ട് നടക്കും കേട്ടോ. വീണ് തന്നെയാണ് നടക്കുന്നത്. കുഞ്ഞു പിള്ളേർ അങ്ങനെയാണല്ലോ. ആദ്യമൊക്കെ നടക്കാൻ ശ്രമിക്കുമ്പോൾ അവർ ഉറപ്പായിട്ടും വീഴും. അവിടെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. വീഴുന്നത് കാരണമേ എഴുന്നേക്കും, പിന്നെയും നടക്കും. വീണാലും അവൻ അങ്ങനെ നടക്കുന്നത് നിർത്താറില്ല. വീണ്ടും എഴുന്നേറ്റ് നടക്കും. ഇന്നിപ്പോൾ കുറച്ച് നേരം നടന്നുള്ളൂ. ഈ രാത്രിയാകുമ്പോൾ അവന് നടക്കണമെന്നുള്ള ആ ഒരു ത്വര വരും കേട്ടോ. അപ്പോൾ അവൻ കൂടുതൽ നടക്കുന്നത് രാത്രിയാണ്. നടക്കുന്നത് കാണാൻ നല്ല രസമാണല്ലേ. അവർ ആദ്യമായിട്ട് നടക്കുമ്പോൾ അത് നമുക്കൊരു മനസ്സിൽ സന്തോഷം തരുന്നൊരു കാര്യമാണ്. നമ്മുടെ മക്കൾ ആദ്യമായിട്ട് ചുവട് വയ്ക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഞാനത് ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കാൻ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് ഞാനത് എപ്പോഴും വീഡിയോ എടുത്ത് വെക്കാറുണ്ട്. പിന്നെ പുറത്ത് പോകണമെന്ന് ഭയങ്കര ബഹളമായിരുന്നു. അതുകൊണ്ട് പിന്നെ തുണി എടുക്കാൻ കൊണ്ടാണെന്ന് വിചാരിച്ചു. ആളെയും കൊണ്ട് നമ്മൾ തുണി എടുക്കാൻ വേണ്ടി പോകും. കറങ്ങാൻ പോകാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ബഹളം പുറത്ത് പോവാൻ. എടുക്കല്ലേ, നമ്മൾ പോയിട്ട് വരാം. തുണി എടുത്തിട്ട് ബാഗ് താ എന്നെ പിള്ള. അതുകൊണ്ടാണ് ഉമ്മച്ചിയെ വിളിച്ചത്. അപ്പൊ ഉമ്മച്ചി പോയി നിസ്കരിക്കുന്നു. റീക്ക ഒന്നല്ല മോളിലല്ലേ ഇടണോ? ഭയങ്കര ബഹളം റീക്ക. പുറത്ത് പോണോന്ന് ഞാൻ പറഞ്ഞു. വാപ്പ വരട്ട് പോവാം. ഉപ്പ റെഡി ആയപ്പോ ഉപ്പ ഷർട്ടിട്ട് ഉപ്പ പള്ളി പോയതല്ലേ. ദോ ഇരിക്കണ പൂച്ച, പൂച്ച ദോ ഇരിക്കണം. നല്ല അതിന് ഓപ്പൺ ചെയ്തന്നെ ഇരിക്കണേ കേട്ടോ. അതിന് പേടി. ഓടല്ലേ ഇങ്ങ വാ. പക്ഷെ ഇത്ര ഓട്ടം അന്നില്ലായിരുന്നു. ഇവിടെ ഇരുന്ന് മര്യാദയ്ക്ക് അത് ആര് കൊടുക്കുന്നു. പേടിച്ചോടണം. നല്ല കാറ്റ്. തണുപ്പ് ഇത്ര കാറ്റുണ്ടെന്നുള്ള കാര്യം ഇപ്പല്ലേ ഞാൻ അറിഞ്ഞ. പൂച്ചേ, ഇവിടെ ഒരു പൂച്ച കുടുങ്ങിക്കിടപ്പുണ്ട്, രക്ഷിക്കാൻ പറ്റും. അതങ്ങ് പോകുന്നു. നോക്കണം. ഓടുന്നു പേടിച്ച്.
ഇവിടെ ടെറസിലാണെങ്കിൽ ഒരു പൂച്ച കുറച്ച് ദിവസമായിട്ട് കുടുങ്ങി കിടപ്പുണ്ട്. ഇപ്പോൾ ആർക്കും ആഹാരവും പാലും ഒക്കെ കൊടുക്കുന്നുണ്ട്, രക്ഷിക്കാനൊക്കെ നോക്കി. പക്ഷേ അവനിപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാരെ കാണുമ്പോൾ പേടിയാണ്, പേടിച്ച് ഓടി എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കും. ഇതിന് മുന്നേയൊക്കെ ഞാൻ വന്നപ്പോൾ അങ്ങനെ പേടിച്ച് ഓടൂലായിരുന്നു. ഇപ്പോൾ എല്ലാവരും കൂടെ രക്ഷിക്കാൻ നോക്കിയപ്പോൾ ആൾക്കാരെ കണ്ട് പേടിയാണ്. അങ്ങനെ പൂച്ചയെ ഒരു വിധത്തിൽ നമ്മളെല്ലാവരും പുറത്തിറക്കി വിടാൻ നോക്കുന്നുണ്ട്, സ്റ്റെപ്പ് ഇറക്കിയെങ്കിലും താഴെ കൊണ്ടുപോകാൻ. പക്ഷേ ഒരു രക്ഷയില്ല, പൂച്ചയ്ക്ക് നല്ല പേടിയാണ്, അതുകൊണ്ട് അത് ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തുണിയൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും വീട്ടിൽ വന്നിട്ടുണ്ട്. ഇനി ഒന്ന് പുറത്ത് പോകണം. അവൻ്റെ വാപ്പ വന്നാൽ പിന്നെ അവൻ വീട്ടിലിരിക്കാൻ ഭയങ്കര മടിയാണ്. അവന് വാപ്പയുടെ തൊള്ളയിരിക്കുകയുള്ളൂ. വാപ്പ എവിടെയെങ്കിലും കൊണ്ടുപോകണം. അവനറിയാം എപ്പോൾ വാപ്പ ഓഫീസ് കഴിഞ്ഞ് വന്നാൽ ഈവനിങ് അവൻ എവിടെയെങ്കിലും കൊണ്ടുപോകും എന്നുള്ളത്. അപ്പോൾ അതിനുള്ള റൂട്ട് നമ്പറൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മുന്നേ ആളിതാ നടത്തത്തിലാണ്. പിന്നെ നടക്കുമ്പം നടക്കട്ടെ എന്ന് വിചാരിക്കും. ഇങ്ങനെ നടന്നാണല്ലോ പഠിക്കുന്നത്. പിന്നെ അങ്ങനെ അധികം ദൂരോട്ടൊന്നും പോകുന്നില്ല. നാളെ ഓഫീസുള്ളത് കാരണം നമ്മൾ അടുത്തുള്ള പാർക്കിൽ ചുമ്മാ ഒന്ന് പുറത്ത് അല്ലെങ്കിൽ കാറിലിരുന്നായാലും പോകാമെന്ന് വിചാരിച്ചു. ഇന്ന് നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റും ഉണ്ടായിരുന്നു. തുണി എടുക്കാൻ പോയപ്പോൾ തന്നെ നല്ല കാറ്റും തണുപ്പും ഒക്കെ ഉണ്ട്. അതും വീട്ടിലിരിക്കുമ്പോൾ അറിയില്ല, നമ്മൾ പുറത്ത് പോകുമ്പോഴാണല്ലോ അറിയുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ റെഡിയായി പുറത്തോട്ട് പോവുകയാണ്. വീടിൻ്റെ അടുത്തുള്ള ഒരു പാർക്കിലാണ് ആദ്യം നമ്മൾ പോയത്. അങ്ങനെ വീട്ടിൽ ആയത് കാരണം വലിയ തിരക്കൊന്നുമില്ല, റോഡൊക്കെ നല്ല ഒഴിഞ്ഞ് ശാന്തമായി കിടന്നു. അങ്ങനെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പാർക്കിലാണ് പോയത്. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് ഈ പാർക്കിൽ വരുന്നത്, എമ്രൂനെ ആദ്യമായിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഒരു പുതിയ പാർക്ക്, പക്ഷേ അധികം നേരം നിൽക്കാൻ പറ്റില്ല, നല്ല തണുപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അവനെ പാർക്കിലൊന്ന് ഇരുത്തിയിട്ട് നമ്മൾ പിന്നെ അൽക്കോർ മാളിലോട്ടാണ് പോയത്. അവിടെ ആകുമ്പോൾ മാളിൻ്റെ അകത്താകുമ്പോൾ കുഴപ്പമില്ല, അവർ തണുപ്പാണെങ്കിൽ ഹീറ്ററൊക്കെ ഇടുമല്ലോ. അപ്പോൾ കളിപ്പിക്കായിരുന്നു ഇതെന്തോന്ന് അതിൽ ചവിട്ടിയിട്ട് ഇങ്ങനെ ആക്കണമെന്ന് തോന്നുന്നു. അത് അവൻ ആയില്ല. നോക്കാം പിടിച്ചു നിൽക്കണം. ആ സൈഡിലോട്ട് കൊടു. ഇവിടെ ഈ യെല്ലോ ഇതിൽ വാവേ, ഇത് അവൻ ഇതിൽ പിടിക്കണം. ഓ പിടിച്ച തണുപ്പുണ്ട്. അങ്ങനെ നമ്മൾ അൽക്കോർ മാളിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഫണ്ടൂറയിൽ വന്ന് കുറച്ച് നേരം എമ്രൂനെ കളിപ്പിച്ചു. പേടിപ്പിച്ചപ്പോൾ ഇരിക്കണം. അത് ഇവിടെ കാറിൻ്റെ ഒരു സൗണ്ട് കേട്ടപ്പോൾ ആൾ പേടിച്ചു പോയതാണ്. ചെറിയ സൗണ്ട് മതി, പെട്ടെന്ന് പേടിച്ചു. പിന്നെ ഇവിടെ നമ്മൾ വന്നപ്പം ഇവിടെ ഒരു ബലൂൺ ഉണ്ടായിരുന്നു. ഇവിടെ കിടപ്പുണ്ടായിരുന്നു, ഏതൊരു കുഞ്ഞിൻ്റെ ബലൂണാണ്. ജസ്റ്റ് അവൻ കണ്ടപ്പോൾ ആദ്യമേ വേണമെന്ന് പറഞ്ഞു നമ്മൾ. പിന്നെ അങ്ങനെ പുറത്തുള്ളൊന്നും എടുക്കില്ല, ജസ്റ്റ് ഇങ്ങനെ അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പിന്നെ തിരിച്ച് അവിടെ തന്നെ വെച്ചുകൊണ്ട് വന്നു. എൻ്റെ ബോട്ടിൽ ഞാൻ അവിടെ നിന്ന് എടുക്കാൻ മറന്നു. മാറിയിൽ വന്നു. ഇവിടുന്ന് സ്നാക്സ് ചായയും കുടിക്കാൻ വിചാരിച്ചു. ഞാൻ ചായ കുടിച്ചില്ല, എനിക്ക് ചായ വേണ്ടായിരുന്നു. 2 കുട്ടി സമൂസ മേടിച്ച് കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.
അങ്ങനെ ആ ചായയും അതുപോലെ തന്നെ സമൂസയും പിന്നെ ആ ഒരു പപ്സാണ് കഴിച്ചത് കേട്ടോ. പപ്സൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഇന്നത്തെ കറക്കം കഴിഞ്ഞു. അപ്പോൾ ഗൈസ് ഈ ഒരു ഈവനിങ് വ്ളോഗ്, ഈ ഒരു കുട്ടി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കോമൻറ്റ് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നുള്ളത് കോമൻറ്റിലൂടെ പറയണം കേട്ടോ. ഏത് ടൈപ്പ് ഓഫ് വീഡിയോ ആണ് ഞാൻ ചെയ്യേണ്ടത്, ഏതെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ പറയണം. പിന്നെ എംബ്രോ ആണെങ്കിൽ ഒന്ന് ഉറങ്ങാൻ വേണ്ടി ഇങ്ങനെ കിടപ്പുണ്ട്. പക്ഷേ കാറ് നിർത്തി അപ്പം എഴുന്നേറ്റ് ഫ്രണ്ടിലോട്ട് വരും കേട്ടോ. ഞാൻ അത് കാണിച്ചു തരാം ഫ്രണ്ടിൽ വരുന്നത് അവൻ. അപ്പോൾ ഗൈസ് സീ യു നെക്സ്റ്റ് വ്ളോഗ്. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ. ഉപ്പ കൊണ്ടുപോയി എന്റെ പിള്ളേ വീഡിയോ എടുക്കാൻ നിന്നത്. അത് വരാൻ നിന്ന് ഉപ്പ എടുത്തോണ്ടോയി. വിഷമായി இருக்கட்டு துண்ட புளுத்துறான் பாரு புள்ள. ஓ புள்ள வராம துண்ட புளுத்துறான். வாயம் ப்ரோ, പതുക്കെ വന്നാ മതി. பதுக்க வாயம் ப்ரோ, பதுக்க அவசரப்பட. കോമഡി.